വാർത്തകൾ തുടരുന്നു. ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 82ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് തീർത്ഥാടന വിളംബര സമ്മേളനവും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി പെരുന്നവഴി കിടങ്ങറയിൽ എത്തിച്ചേർന്ന പദയാത്രയ്ക്ക് ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഗുരുപ്രസാദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. അസ്പർശാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചന്ദ്രൻ പുളുങ്ങുന്ന്, പ്രസാദ് തഴക്കര, സോമൻ കുഞ്ഞ്, രാമകൃഷ്ണൻ മോഡിയിൽ, SD രവി എന്നിവർ സംസാരിച്ചു. തീർത്ഥാടന സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ വർഷത്തെ പദയാത്ര ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച എറണാകുളം മുതുകുന്നം ശ്രീമംഗലം ക്ഷേത്രത്തിൽ നിന്നും ഈ മാസം 17-നാണ് ആരംഭിച്ചത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലൂടെ പര്യടനം പൂർത്തിയാക്കുന്ന പദയാത്ര പായിപ്പാട് പഞ്ചായത്തിലെ വെറ്റിച്ചാൽ, പനങ്ങോട്ടടി, നന്നാച്ചിപ്പറമ്പ്, കോടി, ചാത്തങ്കരി പാടശേഖരങ്ങളിലെ ബണ്ട് തകർന്ന് വ്യാപക കൃഷിനാശം. പാടശേഖരത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന തോട്ടിൽ പോളയും കടകലും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതുമൂലം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതാണ് മടവീഴ്ചയ്ക്ക് കാരണം. 6 ഏക്കർ വരുന്ന പാടശേഖരത്ത് 2 ആഴ്ചയോളം പ്രായമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിയത്. 20 വർഷത്തോളം തരിച്ചു കിടന്ന പാടശേഖരത്ത് കഴിഞ്ഞ വർഷമാണ് കൃഷി ആരംഭിച്ചത്. നിലം ഒരുക്കാനും മറ്റും അമിത ചിലവുകളായതിനാൽ കഴിഞ്ഞ കൃഷി വളരെ നഷ്ടമായിരുന്നു. സ്വർണം പണയം വെച്ചും വായ്പയെടുത്തുമാണ് കർഷകർ ഇക്കുറി കൃഷി ഇറക്കിയത്. മടവീഴ്ച മൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. പാടശേഖരത്തിന്റെ പുറംബണ്ട് കല്ലുകെട്ടി ഉയർത്തിയും തോട്ടിലെ പോളയും കടകലും നീക്കം ചെയ്താൽ മാത്രമേ ഇവിടെ ഇനി കൃഷി ഇറക്കാൻ കഴിയൂ. എന്നാൽ 2 കൃഷി നഷ്ടമായ കർഷകർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അടിയന്തരമായി കൃഷി ഇറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ വർഷം ഞങ്ങൾ മാസങ്ങളോളം പണിയെടുത്ത് തെളിച്ച് വെള്ളം പറ്റിച്ച് വിത്ത് വിതച്ചതിൻ്റെ പിറ്റേ ദിവസം മട വീഴാനുള്ള പ്രധാന കാരണം ഇവിടെ ഇതിലെയുള്ള ഒരു തോട്ടിൽ പോള കയറി തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ്. വെള്ളം ഇവിടെയുള്ള പാടശേഖരത്തിലെ എല്ലാ വെള്ളവും ഈ തോട്ടിലോട്ടാണ് അടിച്ചിറക്കുന്നത്. ഈ തോട്ടിലോട്ട് അടിച്ചിറക്കിയ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം കിട്ടുന്നില്ല. JCI കാവാലം ലേക്ക് ഷോറിന്റെ ആഭിമുഖ്യത്തിൽ കിടങ്ങറ സ്നേഹ തീരത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകി. ക്രിസ്തുമസ് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് കാവാലം JCI പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന കാവാലം JCI കഴിഞ്ഞ വർഷവും സ്നേഹതീരത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. ചടങ്ങുകൾക്ക് JCI പ്രസിഡന്റ് ഷിജു ജോർജ്, സെക്രട്ടറി അഭിലാഷ്, അഡ്വക്കേറ്റ് റോജോ ജോസഫ്, ലിൻഡോ ഇരവുകുളം എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യ കേന്ദ്രം അത്യാസന്ന നിലയിൽ. ഡോക്ടറുടെയും ജീവനക്കാരുടെയും അപര്യാപ്തതയാണ് വെളിയനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് തിരിച്ചടിയാകുന്നത്. തകരുന്ന നാട്ടുറോഡുകൾ, പാഴാകുന്ന കേന്ദ്ര വിഹിതം. നാട്ടുറോഡുകൾ തകർന്നടിയുമ്പോൾ സർക്കാർ അനാസ്ഥയിൽ കൈവിട്ടത് കോടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.